ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷുമായാണ്. ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് സാധനം. അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണെങ്കിലും ഒഴിച്ചിട്ടുണ്ടാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കട്ട് ചെയ്ത വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഞാൻ ഈ ഉള്ളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം മൂടി വെക്കാൻ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കട്ട് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് വേവുന്നത് വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേവിച്ചെടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം തക്കാളിയൊക്കെ, വെന്ത തക്കാളി. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളിവെള്ളം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിവെള്ളം വറ്റുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ മസാലകൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂണും മുളകും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 25 മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, കുഞ്ഞമ്മത്തി. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ മത്തിയല്ല, നമ്മൾ കുഞ്ഞമ്മത്തി എന്നൊക്കെ പറയും, അങ്ങനത്തെ ചെറിയ മത്തിയാണ്. ആ മത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇളക്കി കൊടുക്കരുത്. കൂടുതലായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ ഉടയാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഇളക്കി കൊടുക്കരുത്.
കൂടുതൽ ഇളക്കിയാൽ മീൻ വെന്തതുകൊണ്ട് ആകെ ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെക്കും ചെയ്യരുത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറിൻ്റെ കൂടെയുള്ളൊരു സൈഡ് ഡിഷാണിത്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒന്നുകൂടി ചേർക്കാനുണ്ട്. വെളിച്ചെണ്ണ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി മത്തി മസാല. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.